ആസിഫ് അലി തന്നെ മനസ്സിലാക്കിയതിൽ വളരെ സന്തോഷമുണ്ടെന്ന് സംഗീത സംവിധായകൻ രമേശ് നാരായണൻ. സൈബർ അറ്റാക്ക് വല്ലാതെ നേരിടുന്നുണ്ട്. താൻ മാത്രമല്ല, തൻ്റെ കുടുംബത്തിലുള്ളവരും അത് അനുഭവിക്കുന്നു. അതൊക്കെ ഒന്ന് നിർത്തി തന്നാൽ വളരെ ഉപകാരമായിരിക്കുമെന്ന് രമേശ് പ്രതികരിച്ചു. ആസിഫ് അലിക്ക് ഇന്നലെ മെസ്സേജ് അയച്ചു. ഒന്ന് തിരിച്ചു വിളിക്കണേ എന്ന് പറഞ്ഞു. അദ്ദേഹം ഇന്ന് തിരിച്ചു വിളിച്ചു. എൻ്റെ സാഹചര്യം ഞാൻ അദ്ദേഹത്തെ അറിയിച്ചു. അത് അദ്ദേഹം മനസ്സിലാക്കിയതിൽ എനിക്ക് വളരെ നന്ദിയുണ്ട്. കൊച്ചിയിലെത്തി അദ്ദേഹത്തെ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുമിച്ചിരുന്ന് സംസാരിക്കണമെന്നും കാപ്പി കുടിക്കണമെന്നും പറഞ്ഞാണ് സംസാരിച്ചു നിർത്തിയത്. എന്നെ മനസ്സിലാക്കി എന്നത് ആസിഫിൻ്റെ ഗ്രേറ്റ്നെസ് ആണ്. സൈബർ അറ്റാക്ക് വല്ലാതെ നേരിടുന്നുണ്ട്. അതൊക്കെ ഒന്ന് നിർത്തി തന്നാൽ വളരെ ഉപകാരമായിരുന്നു. ആദ്യമായിട്ടാണ് സൈബർ ആക്രമണത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. എന്നെ ബാധിക്കുന്നത് ആദ്യമായിട്ടാണ്. ഇനി വിവാദമല്ല, സ്നേഹബന്ധമാണ് നിലനിർത്തേണ്ടത്. ഭക്ത കബീറിനെ പോലും ജനങ്ങൾ വെറുതെ വിട്ടിട്ടില്ല. പിന്നെയാണോ ഈ ചെറിയ ഞാൻ? ആസിഫായി എന്നെ മനസ്സിലാക്കി. അതിലാണ് എനിക്ക് വലിയ സന്തോഷമുള്ളത്, രമേശ് നാരായണൻ പറഞ്ഞു. അതേസമയം വിവാദത്തിൽ പ്രതികരണവുമായി ആസിഫ് അലിയും രംഗത്തെത്തിയിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ വിഷയത്തിൽ സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നില്ല. എന്നെ പിന്തുണയ്ക്കുന്നത് മറ്റൊരാൾക്കെതിരായ വിദ്വേഷ പ്രചരണമാകരുത്. അദ്ദേഹം അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാകും. അതുകൊണ്ടാണ് പ്രതികരിക്കുന്നത്. നിങ്ങളെല്ലാവരും ഇന്നലെ മുതൽ തന്ന പിന്തുണയ്ക്ക് നന്ദി. ഞാൻ നിങ്ങളെല്ലാവരോടും കടപ്പെട്ടിരിക്കുന്നു. സ്റ്റേജിലേക്ക് അദ്ദേഹത്തെ ക്ഷണിക്കുന്ന സമയത്ത് പേര് തെറ്റി വിളിച്ചു. എല്ലാ മനുഷ്യർക്കും ഉണ്ടാകുന്ന ചെറിയ വിഷമം അദ്ദേഹത്തിന് തോന്നിയിരിക്കാം. ഞാൻ മൊമെൻറ്റോ കൊടുക്കാൻ സമയത്ത് അദ്ദേഹത്തിൻ്റെ കാലിന് വേദനയുണ്ടായിരുന്നു. അത് വീഡിയോയിലൂടെ വന്നപ്പോൾ മറ്റു തരത്തിലായി. എനിക്ക് ഈ സംഭവത്തിൽ യാതൊരു വിഷമവും ഉണ്ടായിട്ടില്ല. എനിക്ക് നല്ല പനിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നലെ വിവാദമായപ്പോൾ എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു. മതപരമായ തരത്തിൽ വരെ ഇത് ചർച്ചയാകുന്ന അവസ്ഥയെത്തി. അങ്ങനെയൊന്നും ഇല്ല. ആ നിമിഷത്തിലുണ്ടായ തെറ്റിദ്ധാരണയാണിത്. അദ്ദേഹത്തോട് ഇന്ന് രാവിലെയാണ് സംസാരിച്ചത്. എന്നോട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. അദ്ദേഹം എന്നോട് മാപ്പ് പറയുന്ന അവസ്ഥയിൽ കൊണ്ടെത്തിച്ചു. നിങ്ങളുടെ പിന്തുണയിൽ എനിക്ക് സന്തോഷവും അഭിമാനവുമുണ്ട്. പക്ഷേ അതിനൊപ്പം അദ്ദേഹത്തിനെതിരെ നടക്കുന്ന വിദ്വേഷ പ്രചരണത്തിൽ എനിക്ക് വിഷമമുണ്ട്. അദ്ദേഹം ഒരു മനുഷ്യനെയും കുറച്ചു കാണുന്ന ആളല്ല. ഇതിനെ മറ്റൊരു ചർച്ചയിലേക്ക് കൊണ്ടുപോകരുത്. ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള വിവാദങ്ങൾ അവസാനിപ്പിക്കണം, ആസിഫ് അലി പറഞ്ഞു. കഴിഞ്ഞ ദിവസം തന്നെ ഇത്തരത്തിൽ പ്രതികരണവുമായി രമേശ് നാരായണൻ രംഗത്തെത്തിയിരുന്നു. കാരണം ആസിഫ് അലിയാണ് അവാർഡ് തരുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ സ്റ്റേജിൻ്റെ താഴെയാണ് നിന്നത്. അതുകൊണ്ട് തന്നെ ആസിഫ് അലി വന്നതും പോയതും ഒന്നും ഞാൻ കണ്ടില്ല. ആസിഫ് അലി എനിക്ക് ഇഷ്ടമുള്ള ഒരു നടൻ തന്നെയാണ്. അദ്ദേഹത്തോട് ഞാൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല. മാപ്പ് പറയേണ്ട തെറ്റാണെങ്കിൽ മാപ്പ് പറയുക തന്നെ ചെയ്യുമെന്നും രമേശ് നാരായണൻ പറഞ്ഞു.